കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താണ് പൊളിറ്റിക്സ് എന്നറിയണം. വാട്ട് ഈസ് പൊളിറ്റിക്സ്? പൊളിറ്റിക്സ് ഈസ് ദി സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്. സ്റ്റേറ്റിന്റെയും ഗവൺമെന്റിനെയും കുറിച്ചുള്ള സിസ്റ്റമാറ്റിക് സ്റ്റഡിയെ പറയുന്ന പേരാണ് പൊളിറ്റിക്സ്. The word politics is derived from the Greek word polis, which means city-states. City-states എന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് പദമായ പോളിസ് എന്ന വേർഡിൽ നിന്ന് ഡെറൈവ് ചെയ്തു വന്നതാണ് പൊളിറ്റിക്സ് എന്ന പദം. The father of politics is known as Aristotle. അരിസ്റ്റോട്ടിലിനെയാണ് പൊളിറ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഹെറോൾഡ് ഡി ലാസ്വെല്ലും അതുപോലെ തന്നെ ഡേവിഡ് ഈസ്റ്റണും പൊളിറ്റിക്സിന് രണ്ട് ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട്. ഹെറോൾഡ് ഡി ലാസ്വെല്ലിന്റെ ഡെഫിനിഷൻ ഇങ്ങനെ പറയുന്നു: പൊളിറ്റിക്സ് ഈസ് ദി ഷേപ്പിംഗ് ആൻഡ് ഷെയറിംഗ് ഓഫ് പവർ. അതുപോലെ തന്നെ ഡേവിഡ് ഈസ്റ്റന്റെ ഡെഫിനിഷൻ ഇങ്ങനെ പറയുന്നു: പൊളിറ്റിക്സ് ഈസ് ദി അതോറിറ്റേറ്റീവ് അലോക്കേഷൻ ഓഫ് വാല്യൂ. അങ്ങനെ രണ്ട് ഡെഫിനിഷൻ വേറെ രണ്ടാളും പൊളിറ്റിക്സിന് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്ന ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ 6 ഭാഗമായിട്ടാണ് റിവിഷൻ മുന്നോട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ടാണ് ഫംഗ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, സെക്കൻഡ് പാർട്ട് അതോറിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് മോഡ് ഓഫ് പ്രൊമൾഗേഷൻ, മൂന്നാമത്തെ പാഠം സബ്സ്റ്റാൻറ്റീവ് പ്രൊവിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ബാലൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നാലാമതായി മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് composition of constituent assembly, അഞ്ചാമതായി the principle of deliberation and procedures, ആറാമത്തേത് institutional arrangements and provision adopted from the constitutions of different countries. ഇങ്ങനെ 6 ഭാഗങ്ങളായിട്ടാണ് റിവിഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫംഗ്ഷൻ അറിയുന്നതിന് മുൻപ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് അറിയണം, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒറിജിൻ എവിടെയാണെന്ന് അറിയണം, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വേർഡിന്റെ ഒറിജിൻ എവിടെയാണെന്ന് അറിയണം. അപ്പോ ദി വേർഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് കോൺസ്റ്റിറ്റ്യൂട്ടർ വിച്ച് മീൻസ് എസ്റ്റാബ്ലിഷ്. എസ്റ്റാബ്ലിഷ് എന്ന അർത്ഥം വരുന്ന കോൺസ്റ്റിറ്റ്യൂട്ടർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് ഡിറൈവ് ചെയ്തു വന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം. അപ്പോ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ? വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ? 3 ഡെഫിനിഷൻസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ഡെഫിനിഷൻ ഫണ്ടമെന്റൽ ലോ ഓഫ് ദി ലാൻഡ്, സെക്കൻഡ് ഡെഫിനിഷൻ എ ബോഡി ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് written as well as unwritten whereby the government organized and it functioned. മൂന്നാമത്തേത് a collection of principles according to which the powers of government, the right of governed and the relationship between the two are adjusted. ഇങ്ങനെ 3 ഡെഫിനിഷൻസ് ആണ് പഠിക്കാനുള്ളത്. പിന്നെ there are 4 types of constitution. 4 രീതിയിലുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് വൺ written constitution, എഴുതപ്പെട്ട ഭരണഘടന. ഇതിന് എക്സാമ്പിൾ ആയി പറയുന്നത് ഇന്ത്യയിൽ തന്നെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. പിന്നെ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ബ്രിട്ടൻ ആണ് മെയിൻ എക്സാമ്പിൾ. പിന്നെ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷന്റെ എക്സാമ്പിൾ ആയിട്ട് അമേരിക്കയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിന്റെ ഉദാഹരണമായിട്ടും ബ്രിട്ടനെ പറയാം. എൻ്റെ പേര് ജൽസ രാജേഷ്. ഞാൻ പറയുന്നത് ഭരണഘടനയുടെ ചുമതലകളെ കുറിച്ചാണ്. ഭരണഘടനയുടെ 1ാമത്തെ ധർമ്മം. ഭരണഘടന ഏകോപനം ഉറപ്പു നൽകുന്നു. ഒരു സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ചെറിയ തോതിലെങ്കിലും ഏകോപനം ഉണ്ടാക്കുന്ന അടിസ്ഥാന നിയമാവലി പ്രാധാന്യം ചെയ്യുക എന്നതാണ് ഭരണഘടനയുടെ 1ാമത്തെ ധർമ്മം. ഒരു സമൂഹത്തിലെ അംഗങ്ങൾ പല രീതിയിൽ വ്യത്യസ്തരായിരിക്കും. മതം, ജാതി, ഭാഷ, സംസ്കാരം, ജോലി, കഴിവുകൾ എന്നിവയിൽ എല്ലാവരും വ്യത്യസ്തരായിരിക്കും. ചിലർ ധനികരാണെങ്കിൽ മറ്റു ചിലർ ദരിദ്രരായിരിക്കും. എന്നാൽ ഈ വൈവിധ്യങ്ങൾക്കിടയിലും അവർ ഒരു സമൂഹത്തിന്റെ ഭാഗമായി പരസ്പരാശ്രയത്തോടെ ഒന്നിച്ചു ജീവിക്കുന്നു. എന്നാൽ ഇങ്ങനെ ജീവിക്കണമെങ്കിൽ എല്ലാവർക്കും അംഗീകരിക്കാവുന്ന ചില അടിസ്ഥാന നിയമങ്ങൾ ഉണ്ടായിരിക്കും. സമൂഹത്തിൽ ചുരുങ്ങിയ തോതിലെങ്കിലും ഏകോപനം സാധ്യമാകുന്ന വിധം, എല്ലാവർക്കും ബാധകമാകുന്ന വിധത്തിലും എല്ലാവരും അറിയുന്ന വിധത്തിലും ചില അടിസ്ഥാന നിയമങ്ങൾ ആവശ്യമാണ്. വൈവിധ്യം നിറഞ്ഞ സമൂഹത്തിൽ രാജ്യത്ത് ഇത് ഭരണഘടനയാണ് നിർവഹിക്കുന്നത്. ഈ നിയമങ്ങൾ എല്ലാവരും അനുസരിക്കുകയും അല്ലാത്തവരെ ശിക്ഷിക്കുകയും വേണം.
തീരുമാനമെടുക്കാനുള്ള അധികാരം നിർണ്ണയിക്കുന്നു എന്നതാണ് ഭരണഘടനയുടെ രണ്ടാമത്തെ ധർമ്മം. ഒരു സമൂഹത്തിലെ നിയമങ്ങൾക്ക് രൂപം നൽകാൻ ആർക്കാണ് അധികാരം എന്ന് നിർണ്ണയിക്കുക എന്നതാണ് ഭരണഘടനയുടെ ധർമ്മത്തിൽ രണ്ടാമത്തേത്. ഭരണകൂടത്തെ എങ്ങനെ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഭരണഘടനയാണ്. ഒരു സമൂഹത്തിൽ അടിസ്ഥാനപരമായ അധികാരങ്ങൾ കേന്ദ്രീകരിക്കുന്നത് എവിടെയാണ്, ആരിലാണ് എന്നെല്ലാം ഭരണഘടന വ്യക്തമാക്കുന്നു. ഉദാഹരണമായി, രാജഭരണത്തിൽ രാജാവാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ ജനാധിപത്യത്തിൽ ഭരണഘടനാ പ്രകാരം ജനങ്ങളിലാണ് അധികാരമത്രയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പാർലമെന്റ് ജനങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ഒരു ഗവൺമെന്റിന് അതിന്റെ പൗരന്മാരുമേലുള്ള അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുക എന്നതാണ് ഭരണഘടനയുടെ മൂന്നാമത്തെ ധർമ്മം. ഈ പരിധി ഗവൺമെന്റിനെ ഒരിക്കലും ലംഘിക്കാൻ ആവാത്ത വിധം അടിസ്ഥാനപരമാണ്. പൗരന്മാരെന്ന നിലയിൽ എല്ലാവർക്കും മൗലികാവകാശങ്ങൾ നൽകിയിരിക്കുന്നു. ഇത് ലംഘിക്കാൻ ഗവൺമെന്റിന് സാധ്യമല്ല. സമൂഹത്തിന്റെ അഭിലാഷങ്ങൾ നിറവേറ്റാൻ ഗവൺമെന്റിന് കഴിവുണ്ടാക്കുകയും നീതിപൂർവമായ ഒരു സമൂഹം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയുമാണ് ഭരണഘടനയുടെ നാലാമത്തെ ധർമ്മം. അസമത്വങ്ങളുള്ള സമൂഹത്തിൽ അത് ഇല്ലാതാക്കുക എന്നത് ആ സമൂഹത്തിന്റെ അഭിലാഷമാണ്. ജാതി വിവേചനത്തിൽ നിന്ന് മുക്തമാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു. ഈ അഭിലാഷം സാക്ഷാത്കരിക്കാൻ വേണ്ട നടപടികൾ ആവിഷ്കരിക്കാൻ ഗവൺമെന്റിന് അധികാരം ഉണ്ടായിരിക്കണം. അത് ഭരണഘടനയിലൂടെയാണ് സാധ്യമാകുന്നത്. ഭരണഘടനയുടെ അഞ്ചാമത്തെ ചുമതലയാണ് ഭരണഘടനയുടെ മൗലിക വ്യക്തിത്വം. ജനങ്ങൾക്ക് ഒരു കൂട്ടായ അസ്തിത്വമായി നിലവിൽ വരുന്നത് ഭരണഘടനയിലൂടെയാണ്. ഭരണഘടനയ്ക്ക് മുമ്പ് ഓരോ വ്യക്തിക്കും നിരവധി അസ്തിത്വമുണ്ടായിരിക്കും. എന്നാൽ ഒരു കൂട്ടം അടിസ്ഥാന മാതൃകകളെയും തത്വങ്ങളെയും അംഗീകരിക്കുന്നതോടെ ഓരോ വ്യക്തിയും തന്റെ രാഷ്ട്രീയ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നു. എൻ്റെ പേര് അർഷിത. ഭരണഘടനയുടെ ആധികാരികത, ദ അതോറിറ്റി ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഭരണഘടന എത്രത്തോളം ഫലപ്രദമാണെന്നും അത് ജനങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ഉറപ്പാക്കാനുള്ള സ്വാധീനം എന്താണെന്നും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഭരണഘടനയുടെ ആധികാരികത തീരുമാനിക്കുന്നത്. പ്രധാനമായും 3 ഘടകങ്ങളാണ് ഒരു ഭരണഘടനയ്ക്ക് ആധികാരികത നൽകുന്നത്. അതിൽ ഒന്നാണ് പ്രഖ്യാപന രീതി, മോഡ് ഓഫ് പ്രൊമൾഗേഷൻ. ഒരു ഭരണഘടന എങ്ങനെ നിലവിൽ വന്നു എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല രാജ്യങ്ങളിലും ഭരണഘടന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. കാരണം അത് നിർമ്മിച്ചത് ചിലപ്പോൾ ഒരു ഏകാധിപതിയായിരിക്കാം, അല്ലെങ്കിൽ പട്ടാള മേധാവികളായിരിക്കാം. അങ്ങനെയുള്ള ഭരണഘടനകളിൽ ജനങ്ങൾക്ക് പ്രതിബദ്ധത ഉണ്ടാകില്ല. എന്നാൽ ഇന്ത്യ, അമേരിക്ക, സൗത്ത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഭരണഘടനയ്ക്ക് വൻ സ്വീകാര്യത ലഭിക്കുന്നു. കാരണം അത് നിർമ്മിച്ചിരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ വേരുകളുള്ള നേതാക്കന്മാരടങ്ങുന്ന സഭയായിരുന്നു. അതുകൊണ്ട് ഭരണഘടനയ്ക്ക് ആധികാരികത നൽകുമ്പോൾ ആരാണ് നിർമ്മിച്ചു എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ആയിരുന്നു. ഇതിലെ അംഗങ്ങളെ ജനങ്ങളാണ് തിരഞ്ഞെടുത്തത്. ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്തതല്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റായ രീതിയിലുള്ള ഇലക്ഷനിലൂടെ ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരു സഭയായിരുന്നു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി. ഈ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി 1946 ഡിസംബർ 9 ആദ്യ സമ്മേളനം കൂടുകയും 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് ഔദ്യോഗികമായി അംഗീകാരം നൽകുകയും ചെയ്തു. ഇത്രയും കാലയളവ് എടുത്തിട്ടാണ് ഈ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഈ ഭരണഘടനയിൽ അതിയായ വിശ്വാസമുണ്ട്. ആനന്ദ്, ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു ഭരണഘടനയുടെ മുഖ്യ വ്യവസ്ഥകളെ പറ്റിയാണ്. ഒരു ഭരണഘടനയുടെ മുഖ്യ വ്യവസ്ഥകൾ എല്ലാവർക്കും സ്വീകാര്യമായതായിരിക്കണം. അവയുടെ ഉള്ളടക്കം പൗരന്മാരുടെ സ്വാതന്ത്ര്യം, സമത്വം, ക്ഷേമം എന്നിവയായിരിക്കണം. പൗരന്മാരുടെ സ്വാതന്ത്ര്യവും സമത്വവും കാത്തു സംരക്ഷിക്കേണ്ട ഭരണഘടനയുടെ സ്വീകാര്യവും വിജയകരവുമായിരിക്കണം. അടുത്തായി ഞാൻ പറയാൻ പോകുന്നത് സന്തുലിതമായ സ്ഥാപന രൂപരേഖയെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. പല രാജ്യങ്ങളിലും ഭരണഘടനകൾ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അതിനൊന്നും കാരണം ജനങ്ങളല്ല, മറ്റ് പല സംഘങ്ങളാണ് ഇത് കാരണം. ഭരണഘടനകള് ഇത്തരം അട്ടിമറി സാധ്യതകൾ ഇല്ലാതാക്കാനുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അധികാരത്തെ ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളിൽ മാത്രമായി കേന്ദ്രീകരിക്കുന്നതിന് പകരം മറ്റ് പല സ്ഥാപനങ്ങളിൽ വിഭജിപ്പിക്കുന്നു. ഈ
തന്ത്രം ഈ തന്ത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനൊരു ഉദാഹരണമാണ് ഇന്ത്യൻ ഭരണഘടന. നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് മേക്കിംഗ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണം എന്ന ഭാഗമാണ്. 1927 ML റോയിയാണ് ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. 1933 ജവഹർലാൽ നെഹ്റു ഈ ആശയത്തെ പിന്താങ്ങി. 1935 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇതേ ആശയം മുന്നോട്ട് വെച്ചു. 1940 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ ആവശ്യം അംഗീകരിച്ചു. 1946 കാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായി. ഭരണഘടനാ നിർമ്മാണ സഭകളിലേക്ക് ആളുകളെ തിരഞ്ഞെടുത്തിരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിലെ ജനങ്ങളിൽ നിന്നും നാട്ടുരാജ്യങ്ങളിൽ നിന്നുമായിരുന്നു. 1:10 ലക്ഷം എന്ന അനുപാതത്തിലാണ് സീറ്റുകൾ അനുവദിച്ചിരുന്നത്. നാട്ടുരാജ്യങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തിരുന്നത് കൂടിയാലോചനയിലൂടെയാണ്. 1946 ജൂലൈയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നു. അങ്ങനെ 389 അംഗങ്ങളുമായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായി. അതിൽ 292 അംഗങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും, 93 അംഗങ്ങൾ നാട്ടുരാജ്യങ്ങളിൽ നിന്നും, 3 അംഗങ്ങൾ കുർഗ്, ഡൽഹി, അജ്മീർ എന്നിവിടങ്ങളിൽ നിന്നും, ഒരംഗം ബലൂചിസ്ഥാനിൽ നിന്നുമായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ച് ചേർന്നു. സഭയുടെ മുതിർന്ന അംഗമായ സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനായി അന്ന് തിരഞ്ഞെടുത്തു. തുടർന്ന് 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായി നിയമിച്ചു. ആദ്യ സമ്മേളനത്തിലെ ഇമ്പോർട്ടന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു 1946 ഡിസംബർ 13 അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം ആണ്. 1947 ജനുവരി 22 ഐക്യകണ്ഠേന ഈ തീരുമാനത്തെ അംഗീകരിച്ചു. 1947 ജൂൺ 3 ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ 299 കുറഞ്ഞു. വിഭക്ത ഇന്ത്യയുടെ ആദ്യ സമ്മേളനം 1947 ചേർന്നു. അന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ 299 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ 229 അംഗങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 70 അംഗങ്ങൾ നാട്ടുരാജ്യങ്ങളിൽ നിന്നുമായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത് സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല അന്ന് അംഗങ്ങളെ തിരഞ്ഞെടുത്തിരുന്നത്. കൂടാതെ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരും സഭയിൽ ഉണ്ടായിരുന്നു. 82% ആളുകളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നുള്ളവരായിരുന്നു. 26 പട്ടികവർഗക്കാർ അന്നത്തെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. കൂടാതെ 17 പേർ കേരളത്തിൽ നിന്നുള്ളവരുമായിരുന്നു. എൻ്റെ പേര് അബ്ദുള്ള. ഞാൻ ഇന്ന് അവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിക്ക് അതോറിറ്റി നൽകുന്ന 2 ഫാക്ടേഴ്സിനെ കുറിച്ചാണ്. ഒന്നാമത്തേത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെലിബറേഷൻ, രണ്ടാമത്തേത് പ്രൊസീജിയേഴ്സ്. ആദ്യം നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെലിബറേഷൻ എന്താണെന്ന് പറയാം. അതിൽ 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ദ മെമ്പേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിസ്കസ്ഡ് ഇൻ എവറി സബ്ജക്റ്റ് ആൻഡ് ഫൈനലി ആഡ് ടു ദ പ്രൊവിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എല്ലാ സബ്ജക്റ്റിലും ഡിസ്കസ് ചെയ്താണ് ഫൈനലായിങ്ങാണ് അവർ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യും, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊവിഷനിലേക്ക് അവർ ആഡ് ചെയ്യും. രണ്ടാമത്തേത്, ദേ ഗേവ് മോർ ഇമ്പോർട്ടൻസ് ഫോർ നാഷണൽ ഇൻട്രസ്റ്റ് ദെൻ കമ്മ്യൂണിറ്റി ഇൻട്രസ്റ്റ്. ഒരു കമ്മ്യൂണിറ്റി ഇൻട്രസ്റ്റിനേക്കാളും മുൻഗണന കൊടുത്തിരുന്നത് അവർ നാഷണൽ ഇൻട്രസ്റ്റിനായിരുന്നു. ദർ ഈസ് എ ഡിബേറ്റ് ആൻഡ് ഡിസ്കഷൻ അക്യൂർഡ് ബൈ റേസിംഗ് ഇഷ്യൂസ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ വരുന്ന പ്രശ്നങ്ങൾ അവർ ഡിബേറ്റും ഡിസ്കഷനും നടത്തിയാണ് അവർ പരിഹരിച്ചിരുന്നത്. ഇനി അടുത്തതായി പ്രൊസീജിയേഴ്സ് എന്താണ് നമുക്ക് പറയാം. ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കൺസിസ്റ്റ് 8 കമ്മിറ്റി. ഈച്ച് കമ്മിറ്റി സ്റ്റഡി ഈച്ച് സബ്ജക്ട്സ്. ദ ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റി ഈസ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ 8 കമ്മിറ്റി ഉൾക്കൊള്ളുന്നു. അതിൽ ഓരോ കമ്മിറ്റി ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കമ്മിറ്റി പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. പിന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റീൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ. പിന്നെ അടുത്തത് നിലവിൽ വന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റീസ് അപ്പോയിൻറ്റഡ് ഓൺ 1947. 1947 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബിഗൻ ഇറ്റ്സ് വർക്ക് ഓൺ 9th December 1946.
1946 ഡിസംബർ 9 തീയതിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വർക്ക് തുടങ്ങിയത്. ഇറ്റ് കംപ്ലീറ്റ്സ് ഓൺ നവംബർ 26, 1949. 1949 നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വർക്ക്സ് കംപ്ലീറ്റ് ചെയ്തത്. ആൻഡ് ഇറ്റ് കം ടു എക്സിസ്റ്റൻ്റ് ഓൺ ജനുവരി 26, 1915. 1950 ജനുവരി 26 നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. അപ്പോൾ ഇതാണ് പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക്, ഇന്ത്യൻ ഭരണഘടന പ്രവർത്തനത്തിൽ 4ാം ഗ്രൂപ്പത്തെ അവസാന പഠനമാണ്. എൻ്റെ പേര് ശിഖാരാജ്. ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ് പ്രൊവിഷൻസ് ആൻഡ് അഡോപ്റ്റഡ് ഫ്രം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ് എന്ന ഭാഗമാണ്. അതായത് സ്ഥാപനപരമായിട്ടുള്ള ക്രമീകരണം മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനയിൽ ഇന്ത്യ കടം കൊണ്ട വ്യവസ്ഥകളെ പറ്റിയിട്ട്. ആദ്യം പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ്സിനെ കുറിച്ചാണ്. സ്ഥാപനപരമായിട്ടുള്ള ക്രമീകരണങ്ങൾ, അധികാര വിഭജനം, ഭരണ സംവിധാനം, വികേന്ദ്രീകരണം എന്നിവയ്ക്ക് വേണ്ടിയിട്ട് ഭരണഘടന വിവിധ സ്ഥാപനങ്ങൾക്കും വ്യവസ്ഥകൾക്കും രൂപം നൽകിയിട്ടുണ്ട്. അധികാര വിഭജനത്തിനായിട്ട് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജുഡീഷ്യറി, നിയമനിർമ്മാണ സഭ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നീ 3 സ്ഥാപനങ്ങൾക്കിടയിൽ അധികാരം വിഭജനം ചെയ്തു. പിന്നീട് ഭരണ സംവിധാനത്തിനായിട്ട് ഒരു ഫെഡറൽ സംവിധാനവും പാർലമെന്ററി സംവിധാനവും നടത്തുകയുണ്ടായി. പിന്നീട് വികേന്ദ്രീകരണത്തിനായിട്ട് ഒരു നിയമനിർമ്മാണ സഭയ്ക്കും എക്സിക്യൂട്ടീവിനും ഇടയിലും കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും ഇടയിൽ ഗവൺമെന്റിന്റെ അധികാരം പങ്കുവച്ച് നൽകി. പിന്നീട് അഡോപ്റ്റഡ് ഫ്രം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ് എന്നുള്ള ഭാഗമാണ്. അതായത് മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും ഇന്ത്യ കടം കൊണ്ട വ്യവസ്ഥകളെ പറ്റി. അതിൽ ആദ്യം പറയാൻ പോകുന്നത് 1858 മുതൽ 1947 വരെ ഇന്ത്യ ഒരു കോളനിയായിട്ട് ഭരിച്ച ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് നമ്മൾ 5 കാര്യങ്ങളാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ വ്യവസ്ഥകളാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റമുള്ള SMP എന്നും പറയുന്നുണ്ട്. അതിൻ്റെ ഒരു കറണ്ട് ഇവൻ്റ് ആയിട്ട് കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള രോഗികൾക്ക് നമ്മൾ എന്ത് ചെയ്തു, തപാൽ വഴി വോട്ടിംഗ് സമ്പ്രദായം ഉണ്ടാക്കി. അത് ഇപ്പോഴും തുടർന്നു വരുന്ന രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ, എത്യോപ്യ തുടങ്ങിയവ. പാർലമെന്ററി സിസ്റ്റം, പാർലമെന്ററി സമ്പ്രദായം, ദ റൂൾ ഓഫ് ലോ, നിയമവാഴ്ച, ലോ മേക്കിംഗ് പ്രൊസീജിയർ, നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്പീക്കർ ആൻഡ് ഹിസ് റോൾ, സ്പീക്കർ എന്ന സ്ഥാപനവും അദ്ദേഹത്തിൻ്റെ ചുമതലകളും. US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ US ഭരണഘടനയിൽ നമ്മൾ 4 കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. സാധാരണ അവകാശങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. അത് നമ്മൾ കടമെടുത്തത് US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. പിന്നീടുള്ളത് പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, അതായത് ജുഡീഷ്യറിയുടെ പുനരവലോകനവും ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം. പിന്നെ പ്രിയാമ്പിൾ, ആമുഖം നമ്മൾ US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. 4 കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. സാധാരണ അവകാശങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. അത് നമ്മൾ കടമെടുത്തത് US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. പിന്നീടുള്ളത് പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, അതായത് ജുഡീഷ്യറിയുടെ പുനരവലോകനവും ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം. പിന്നെ പ്രിയാമ്പിൾ, ആമുഖം നമ്മൾ US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. അടുത്തത് കനേഡിയൻ ഭരണഘടനയിൽ നിന്നും എ ക്വസി ഫെഡറൽ ഫ്രം ഓഫ് ദ ഗവൺമെന്റ്, അതായത് ഒരു അർദ്ധ ഫെഡറൽ ഗവൺമെന്റ് സമ്പ്രദായം. എ ഫെഡറൽ സിസ്റ്റം വിത്ത് എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ദ ഐഡിയ ഓഫ് റെസിഡൽ പവേഴ്സ്, അതായത് അവശേഷിക്കുന്ന അധികാരം എന്ന ആശയം. ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനും ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നും ദ പ്രിൻസിപ്പിൾസ് ഓഫ് ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫെർട്ടേണിറ്റി, അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയവും ദ റിപ്പബ്ലിക്കും. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനും ഐറിഷ് ഭരണഘടനയിൽ നിന്ന് നമ്മൾ കടമെടുത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആൻഡ് എലക്റ്റഡ് ഹെഡ് ഓഫ് സ്റ്റേറ്റ്സ്, അതായത് തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രതലവൻ. ജർമ്മനിയിൽ നിന്നും ജർമ്മനി ഭരണഘടനയിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആൻ എമർജൻസി, അതായത് ഇന്ദിരാഗാന്ധിയുടെ ടൈമിലൊക്കെ ഉണ്ടായിരുന്ന അടിയന്തരാവസ്ഥ നമ്മൾ കടമെടുത്ത് ജർമ്മനിയിൽ നിന്നാണ്. സൗത്ത് ആഫ്രിക്ക അഥവാ ദക്ഷിണാഫ്രിക്കയിൽ നമ്മൾ കടമെടുത്തത് സ്ട്രക്ചറൽ അമെൻമെന്റ്, ഭരണഘടനാ ഭേദഗതി. കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ പറഞ്ഞത്, അതായത് ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെയുള്ളത്. ഇതിനെ പ്രധാനമായിട്ടും 7 ഭാഗമായിട്ടാണ് തിരിച്ചിരുന്നത്. എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്ന ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതില് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫങ്ഷൻസ് എന്താണ്, അതുപോലെ മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. We will conclude our presentation.
presentation. Thank you.